ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പല സുഹൃത്തുക്കളും പല രീതിയിലും മെസ്സേജ് അയച്ചും അതേപോലെ തന്നെ പല ആളുകളും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും പല വീഡിയോകളും പറയുന്നുണ്ട്. അതായത് അവർ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കേരളക്കാരനായ ബിസിനസ്സുകാരൻ യൂസഫ് അലി, ലുലു ഗ്രൂപ്പ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തുന്ന, അതായത് കൊച്ചിയിൽ കൊണ്ടുവന്നു മോൾ, അതേപോലെ തന്നെ പാലക്കാട് വന്നു, തിരുവനന്തപുരത്ത് വന്നു, കോഴിക്കോട് വന്നു, കോട്ടയത്ത് വന്നു. അതായത് കേരളത്തിൻ്റെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇത് പ്രധാനമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഈ ചെറിയ ഗ്രോസറി കട, ചെറിയ ചെരുപ്പ് കടകൾ, അതേപോലെ തന്നെ തുണികളൊക്കെ വിൽക്കുന്ന ചെറിയ കടകൾ, പിന്നെ ഈ മറ്റുള്ള സാധനങ്ങൾ, കോസ്മെറ്റിക്സ്, അങ്ങനെയുള്ള കടകൾ. ഇവരുടെയൊക്കെ ബിസിനസ്സിനെയും അതേപോലെ തന്നെ നോൺ വെജുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് മീറ്റ് പ്രോഡക്ട്സ്, അതിനെയൊക്കെ സാരമായി ബാധിക്കുന്നില്ലേ? ഈ ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ സ്ഥിരം കാണാറുള്ള ഒരു യൂട്യൂബറാണ് ഈ പറയുന്ന ഷാജഹാൻ. അദ്ദേഹം നേരത്തെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന BS അച്യുതാനന്ദൻ്റെ അദ്ദേഹം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. CPM എന്ന പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം വളരെ മോശമായ രീതിയിൽ വളരെ കാര്യപ്രസക്തമായ രീതിയിലാണ് യൂസഫ് അലിയെയും ലുലു മാളിനെയും ആ ഗ്രൂപ്പിനെയും അദ്ദേഹം അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് യൂസഫ് അലി അതിനൊന്നും മറുപടി കൊടുക്കുന്നില്ല. കോട്ടയത്ത് നടന്ന മോളിൻ്റെ ഉദ്ഘാടനത്തിന് മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സും BJPയും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും യൂസഫ് അലിയുടെ നിന്നും പ്രീതി സമ്പാദിക്കുന്നവരാണ്. അതുകൊണ്ട് ജനകീയ വിഷയങ്ങൾ, ഇതേപോലെയുള്ള കച്ചവടക്കാരുടെ വിഷയങ്ങളിൽ നിന്നും അവർ യൂസഫ് അലിയെ എതിർത്ത് ഒരു കാര്യവും പറയത്തില്ല. ഇതൊക്കെയാണ് ഈ പറയുന്ന അലിഗേഷൻസും. അതായത് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വലിയൊരു ക്യാമ്പയിനും കൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ മറുപടി കൊടുക്കേണ്ടത് ആദ്യം ഈ പറയുന്ന ഷാജഹാനാണ്. കാരണം അയാൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പിന്നീട് രണ്ടാമത് മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൻ്റെ പല സുഹൃത്തുക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പ്രതിവാദങ്ങളും, അതായത് കേരളത്തിൻ്റെ നട്ടലൊടിക്കുന്ന രീതിയിലാണ് യൂസഫ് അലി, അതായത് ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ നട്ടലൊടിക്കുന്ന രീതിയിലാണ് യൂസഫ് അലിയും കൂട്ടരും മോളുകൾ കൊണ്ടുവരുന്നത്. ഇതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു മോൾ എടുക്കാം, ലുലു മാൾ. അത് എറണാകുളം എടുക്കാം, തിരുവനന്തപുരം എടുക്കാം. വലിയ മോള്, അത് വലിയ ബിൽഡിങ് പണിയുന്നു. അതിനകത്ത് യൂസഫ് അലിക്ക് പ്രസക്തമായിട്ട് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഹൈപ്പർ മാർക്കറ്റുണ്ട്. ഗ്രേറ്റ്. ഇതാണല്ലോ നമ്മുടെ ഷാജഹാൻ പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് യൂസഫ് അലി ഒരു കച്ചവടക്കാരനാണ്. ഉറപ്പായിട്ടും ആ വേർഡ് ഞാൻ എൻഡോസ് ചെയ്യുന്നുണ്ട്. യൂസഫ് അലി കച്ചവടക്കാരനാണ്, സ്മാർട്ട് ബിസിനസ് മാൻ. അപ്പം അടുത്ത പറച്ചിൽ ഇദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന സാധനങ്ങളിൽ ഇത് മറ്റുള്ള സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നിട്ട് യൂസഫ് അലി അത് വിറ്റിട്ട് അതിൻ്റെ വലിയ ലാഭം എടുക്കുന്നെന്നാണ് ഷാജഹാൻ്റെ മറ്റൊരു ആരോപണം. അപ്പം ഞാൻ ഷാജഹാനോട് ചോദിക്കുന്ന പോയിൻ്റാണ്, ഷാജഹാൻ അപ്പം ഇത് ഈ പറയുന്ന കേരള എക്കോണമി ആണെങ്കിൽ, ഞാൻ ഈ പറയുന്ന മാക്രോ എക്കോണമി ആണെങ്കിലും, കേരളത്തിൻ്റെ ഗ്രാമീണ എക്കോണമി ആണെങ്കിലും, കേരളത്തിൻ്റെ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ്, അതായത് ചെറുകിട വൻകിട കച്ചവടക്കാർ ചെയ്യുന്ന അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് എനിക്കിത് ഉത്തരം തരാം. അല്ല വെറുതെ കയറി വള പറയരുത്. അതാണ് ഇതിൻ്റെ അകത്ത് ഒന്നാമത് പറയാൻ സംഭവം. യൂസഫ് അലി കേരളത്തിൽ വരുന്നതിന് മുമ്പ് ഇവിടെ റിലയൻസ് സ്മാർട്ട്, അതായത് അംബാനിയുടെ ഇതേപോലെയുള്ള പല സംഭവങ്ങളും ഇപ്പോൾ കേരളത്തിൽ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും റിലയൻസ് സ്മാർട്ടും അത് സൂപ്പർ സ്മാർട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നത് നമ്മുടെ ഷാജഹാൻ ഇത് കാണുന്നില്ല, ഈ പറയുന്ന ആൾക്കാർ കാണുന്നില്ലയോ? ഞാൻ ആലുവയിൽ താമസിച്ചുകൊണ്ട് സമയത്ത് ആലുവയിലും ഉണ്ട്, അപ്പുറത്ത് വേറെ കവടശ്ശേരിയിലും ഉണ്ട്, അതിന് ചുറ്റുമുണ്ട്, കാക്കനാടുണ്ട്, അവിടെയൊക്കെ റിലയൻസ് സ്മാർട്ടുണ്ട്. ഇവിടുന്നൊക്കെ ഈ സാധനങ്ങൾ ആളുകളും വാങ്ങുന്നില്ലേ? എൻ്റെ ചോദ്യമാണ്, ഇതിന് കൃത്യമായ ഉത്തരം തരണം. അത് കഴിഞ്ഞ് ഈ പറയുന്ന
മോൾ, അതായത് ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെയാണ് മോൾ. അവർക്ക് ഇതേപോലെ സൂപ്പർ മാർക്കറ്റുകൾ പലയിടത്തും ഉണ്ട്. അവർ കച്ചവടം ചെയ്യുന്നില്ലേ? അവരും കച്ചവടം ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലെ ചെറുകിട കച്ചവടക്കാർ, അത് ആര് സംഭവം എവിടെയായത് ഞാൻ പിന്നെ പറയാം എന്താ സംഭവം ഉണ്ടായത്. അതേപോലെ ബിഗ് ബസാർ കേരളത്തിൽ ആക്റ്റീവ് അല്ലേ? ആണ്. അതേപോലെ ചെറുതും വലുതുമായിട്ട് നേരത്തെ വർക്കി സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കേരളത്തിലുണ്ട്. പക്ഷെ അവിടെ ലുലു എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, കാരണം മാർക്കറ്റ് ഡ്രിവൻ എക്കോണമിയാണ് ഇന്ത്യയുടെ. അതല്ലാതെ ഈ എക്കോണമി എന്ന് പറയുന്ന ഒരു ഗ്രോസറിക്കാരനും ഇത് മീൻ കച്ചവടക്കാരനും, അതായത് റോഡിൽ മീൻ കച്ചവടം നടത്തുന്നവർക്കും ഈ ഒരു സംഭവത്തിന് കുറച്ച് കഴിയുമ്പോഴും നിന്ന് പോകും. ഞാൻ ഗ്യാരണ്ടി വെച്ച് പറയാം, നിന്ന് പോകും. ഇപ്പം മീൻ കച്ചവടം എന്ന് പറയുന്നത്, അതായത് കേരളത്തിലെ പല സിനിമാക്കാരും ഞാൻ വായിച്ചു കേട്ടതാണ്, അവർ വലിയ വലിയ സ്റ്റാളൊക്കെ ഉണ്ടാക്കിയിട്ട് പല രീതിയിലുള്ള മീനുകൾ പലയിടത്തുനിന്നും കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്, ആൾക്കാരത് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഷാജഹാനും ഈ പറയുന്ന ക്രിറ്റിസൈസ് ചെയ്യുന്നതിന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, അതായത് ഒരു മനുഷ്യൻ്റെ ബൈയിങ് പവർ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്. കാരണം ലിബറലൈസേഷന് മുമ്പും അതിന് ശേഷവും, അതായത് കഴിഞ്ഞ 10-15 വർഷം കൊണ്ട് ഉറപ്പായിട്ടും മോദി ഗവൺമെൻറ് ഇതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നവരുടെ ബൈയിങ് പവർ, അതായത് പർച്ചേസിങ് പവർ ഷാർപ്പായിട്ട് ഇൻക്രീസ് ചെയ്തു. ഇതാണ് അതിൻ്റെ കാരണം ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഷാജഹാനാണെങ്കിൽ ഈ പറയുന്ന ക്രിറ്റിസൈസ് ചെയ്യുന്നവർക്കും, നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ചിലപ്പം ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അല്ലെങ്കിൽ പുറത്തോട്ട് പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നിങ്ങളുടെ ഒരു ബജറ്റ് എന്ന് പറയുന്നത് 150 മുതൽ 200 രൂപയാണ്. അഗ്രീഡ്? അപ്പോൾ 150, 200, 300 രൂപയ്ക്കകത്ത് കിട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് 2 കാലും കുത്തിവെച്ചിരിക്കുന്ന ഒരു കടയിൽ, ഒരു ഹൈജീനും അല്ലാത്തൊരു കടയിൽ, അത് കൈലിയും തോർത്തും ആ വസ്ത്രധാരണയല്ല, അതിനകത്ത് യാതൊരു വൃത്തിയില്ല, ടേബിളും വൃത്തിയില്ല, കൈ കഴുകുന്ന വാഷ് ബേസിൻ വൃത്തിയില്ല, ഒന്നും വൃത്തിയില്ല. അത് കാണുമ്പോഴേ അറിയാം വൃത്തിയില്ല. നിങ്ങൾ അവിടെ പോയി കഴിക്കുമോ? എൻ്റെ ചോദ്യമാണ്. അതോ ഒരുവിധം മാന്യമായ ഒരു ഹോട്ടൽ, ഒരു റെസ്റ്റോറൻറ്റ്, എല്ലാം ക്ലീനാണ്, നല്ല സർവീസാണ്, ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം തരുന്നു, അത് 150, 200 രൂപയാണ് വില. അപ്പം നിങ്ങളിവിടെ പോയി കഴിക്കുക. എൻ്റെ ചോദ്യം, ഉറപ്പായിട്ടും നമ്മുടെ കയ്യിലൊന്നും പണമില്ലായിരുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോശമായിരുന്നു, നമ്മുടെ എക്കണോമി മോശമായിരുന്നു. ആ സമയത്ത് നമുക്കിതല്ലാതെ വേറെ വഴിയില്ല. നമ്മൾ ദാരിദ്ര്യത്തിൽ കൂടെയാണ് കഴിഞ്ഞു പോയത്. നമ്മൾ ആ സമയത്ത് നമ്മളത് കഴിക്കുമായിരുന്നു. എന്നാൽ ആ ചെറിയ പറയുന്ന വാസുവേട്ടൻ്റെ കടയാണെങ്കിലും, ഷാജഹാൻ്റെ കടയാണെങ്കിലും, തോമസ് ഏട്ടൻ്റെ കടയാണെങ്കിലും, നമ്മൾ അവിടെയൊക്കെ പോയി അന്ന് കഴിക്കുമായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ കയ്യിൽ അന്ന് 10 രൂപയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് ഞാൻ 150, 200, 300 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്നെ കൊണ്ട് പറ്റും. ഇതേപോലെ ലഞ്ചിൻ്റെ കാര്യം എടുക്കുക. ലഞ്ചിന് ഇപ്പോൾ 300, 350 വിത്ത് ഫിഷ് കറി കൊടുക്കുന്ന ഒരു കടയിൽ, ഡെലീഷ്യസ് ആയിട്ട് സർവീസും ടേസ്റ്റും അത് നല്ല വൃത്തിയും എല്ലാമായിട്ട് കൊടുക്കുമ്പോൾ നിങ്ങളിവിടെ പോയി കഴിക്കും. ഇതാണ് മനസ്സിലാക്കി. ഷാജഹാൻ ബേസിക്കലി ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രോസ്പെറിറ്റിയും എക്കണോമിക്, അതായത് മിഡിൽ ക്ലാസിൻ്റെ എക്കണോമിക് സംഭവങ്ങൾ എത്രമാത്രമാണ് മുന്നോട്ട് പോയത് അതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ടാണ് ഈ വിഡിത്തം പറഞ്ഞത്. പിന്നെ അടുത്ത കാര്യം ഷാജഹാനോട് ഞാൻ എന്നോട് ഇതേപോലെ ചോദിച്ചവരോട് ചോദിക്കട്ടെ. ഈ ഓൺലൈൻ നിങ്ങൾക്കറിയാം, കേരളത്തിലെ എല്ലാ ഗ്രാമത്തിലും ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഓൺലൈനിൽ സാധനങ്ങൾ കിട്ടും. അപ്പോൾ ഈ ഓൺലൈനിൽ സാധനങ്ങൾ വന്നു കഴിഞ്ഞ സമയത്ത്, അതായത് പല കടകളും അടച്ചു പോകും. അത് നോർമൽ പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്. അതുമായിട്ട് നമ്മൾ പണ്ട് ടേപ്പ് റെക്കോർഡറായിരുന്നു, ടേപ്പ് മാറി CD ആയി, പിന്നെ DVD ആയി. ഇപ്പം അതും വേണ്ട. ഇതെല്ലാം ഇപ്പോൾ ഓൺലൈനിൽ കിട്ടാൻ തുടങ്ങി. ഇതാണിവിടെ ഉണ്ടായ മാറ്റം. അതായത് പണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ നമുക്ക് മോളിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലുലു മോളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ കോമ്പറ്റീറ്റീവ് പ്രൈസ്, കാരണം പ്രൈസ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനങ്ങളുടെ വാങ്ങുന്നവർക്ക് വില അറിയാം. അതാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ ചില കാരണങ്ങൾ, ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത്
ഈ പറയുന്ന ലുലുവിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ അവിടെ പല ഗ്രോസറി ഐറ്റംസിൻ്റെ വിലയും റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന വിലയേക്കാളും കൂടുതലാണ്. ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്യും, എവിടെയാണ് വില കൂടുതൽ വില കുറവ്, എവിടെയാണ് ഓൺലൈന്. ഇതൊക്കെ നോക്കിയിട്ട് ആളുകൾ പോകുന്നത്. അതായത് ഷാജഹാനും ഈ പറയുന്ന അലിഗേഷൻ പറയുന്ന കൂട്ടരും മനസ്സിലാക്കേണ്ടത്, ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കറ്റ് ഡ്രിവൻ എക്കോണമിയാണ്. കസ്റ്റമേഴ്സാണ് കിങ്. ഇത് വിൽക്കുന്നവനല്ല, മാനുഫാക്ചറും അല്ല, കസ്റ്റമറാണ് കിങ്. അതായത് സാധനം മേടിക്കാൻ വരുന്നവനാണ് കിങ്. അവന് കോമ്പറ്റീറ്റീവ് പ്രൈസ് വേണം, അവന് റീസണബിൾ പ്രൈസ് വേണം, അവന് വാല്യൂ ഫോർ മണി വേണം. പിന്നീട് അവന് കൊടുക്കുന്ന സമുച്ചയം, അതായത് അവനത് വരുമ്പോൾ അവന് ബ്രാൻഡഡ് സാധനം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഷാജഹാൻ്റെ ഒരു സംഭവമുണ്ട്. ഇനി മറ്റു സാധനങ്ങൾ വന്ന് മേടിച്ച ആൾക്കാർ മേടിക്കുന്നു, ഇത് വിട്ടിട്ട് പോകുന്നു, മറ്റുള്ള സാധനങ്ങൾ മറ്റുള്ള കടകൾ അടച്ചു പോകുന്നു. ഒരു ഉദാഹരണം പറയാം. അതായത് ഞാനിപ്പം ഇട്ടിരിക്കുന്ന ടീഷർട്ട്, ഇതൊരു ജാപ്പനീസ് ബ്രാൻഡാണ്, യുണീക്രോ. കാരണം ഇത് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. ഇതെന്നെ പരിചയപ്പെടുത്തുന്നത്, അതായത് കോവിഡ് സമയത്ത് എനിക്ക് ഈ പറയുന്ന ടീഷർട്ട്, എനിക്ക് വണ്ണമൊക്കെ ഉണ്ട്, വയറുണ്ട്. ഇപ്പം എൻ്റെ ശരീരം അനുസരിച്ച് അതനുസരിച്ചുള്ള അത്രയും വലിയ ടീഷർട്ട് ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കുന്നില്ല. ആദ്യം മനസ്സിലാക്കുക. അപ്പം എനിക്ക് എൻ്റേതായ ഒരു ബജറ്റുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ജപ്പാനിൽ ഗാർമെൻറ്റ്സ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾ, ഒരു തമിഴനാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്തുകൊണ്ട് ജാപ്പനീസ് ബ്രാൻഡായ യുണീക്രോ ട്രൈ ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. സംഭവമാണ്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ സമയത്താണ് ഡൽഹിയിൽ, അതായത് വസന്തകുഞ്ച് മോളിൽ ആദ്യമായിട്ട് യുണീക്രോ, അതായത് അവരുടെ സ്റ്റോർ തുറന്നു. ഈ സാധനങ്ങൾ ഞാൻ വാങ്ങി, അവരുടെ ട്രൗസർ വാങ്ങി, അവരുടെ ഇതൊരു ടീഷർട്ട് വാങ്ങി. നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന് ചേരുന്ന കോട്ടൺ സാധനങ്ങളാണിത്. എൻ്റെ വണ്ണവും ആ വയറിൻ്റെ ആ പ്രശ്നം മാറിക്കിട്ടി. അതുമല്ല, എനിക്ക് പല ട്രൗസറുകൾ ഇന്ത്യൻ ഉണ്ടാക്കുന്ന മാനുഫാക്ചേഴ്സ് അത് പ്രോപ്പറായിട്ട് നിൽക്കത്തില്ലായിരുന്നു. കാരണം എപ്പോഴും ബെൽറ്റ് ഇടണമായിരുന്നു. അപ്പം ഇതിനകത്ത് എനിക്ക് ബെൽറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, പ്രോപ്പറായിട്ടുള്ള ഫിറ്റിങ്സാണ്. അപ്പം ഞാനിപ്പോൾ ഒരു യുണീക്രോ ഫാനായി മാറി. അതായത് ഞാൻ ഒരു ഇന്ത്യൻ മിഡിൽ ക്ലാസ്സാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചിരുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് മാർക്ക് ആൻഡ് സ്പെൻസർ ആയിരുന്നു. മാർക്ക് ആൻഡ് സ്പെൻസർ എന്ന് പറയുന്ന സാധനം ആദ്യമായിട്ട് കേരളത്തിൽ വരുന്ന ലുലുവിൽ, അപ്പോൾ അവിടുന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ യുണീക്രോ ആ ബ്രാൻഡിലോട്ട് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കൺവീനിയൻസ് ആണ് എടുത്ത് ഇഷ്യൂ. ഞാൻ മിഡിൽ ക്ലാസ് ആണ്. അപ്പോൾ എനിക്കത് വാങ്ങാനുള്ള പർച്ചേസിങ് പവറുണ്ട്. അപ്പോൾ എനിക്ക് റീസണബിൾ വിലയാണ്. ഇതേപോലെ മാർക്ക് ആൻഡ് സ്പെൻസറിൻ്റെ അത്രയും വില എനിക്ക് കൊടുക്കേണ്ടി വരുന്നില്ല. രണ്ടാമത്തെ കാരണം എൻ്റെ ശരീരത്തിനും, കാരണം ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ഞാൻ നേരത്തെ ഉപയോഗിച്ച മാർക്ക് ആൻഡ് സ്പെൻസറിനേക്കാളും മറ്റുള്ള മെറ്റീരിയലിനേക്കാളും നല്ലതാണ്, ലാസ്റ്റ് ചെയ്യും, ഇത് ഫെയ്ഡ് ആവത്തില്ല. ഈ ഘടകം ഒരു മിഡിൽ ക്ലാസ്സാണ് ഞാൻ, നിങ്ങളെപ്പോലെ. അപ്പോൾ അതേപോലെ തന്നെ അതാണ് ഈ ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമുക്ക് നേരത്തെ നോക്കിയിട്ട് കേരളത്തിൽ ആൾക്കാർ ഇതേപോലെ ബ്രാൻഡ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു, സത്യമാണ്. അതായത് തിരുപ്പൂരിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നൊക്കെ റിജക്റ്റഡ് അടിക്കുന്ന സാധനം, ബാംഗ്ലൂരൊക്കെ ആ സാധനം റോഡ് സൈഡിൽ നിന്ന് ആൾക്കാർ വിൽക്കും. ഇതെല്ലാം പല കടകളിൽ കൊണ്ട് റിജക്റ്റഡ് സർപ്ലസ് എക്സ്പോർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിൽക്കുമായിരുന്നു. അതൊക്കെയാണ് നമ്മൾ മേടിച്ചുകൊണ്ടിരുന്നത്. കാരണം വില കുറവാണ്, അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകും. പക്ഷേ ഇന്ന് ആലോചിച്ച് നോക്കുക, അത് വാങ്ങേണ്ട ഒരു സ്ഥിതിയിലല്ല. കാരണം ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്, കാരണം അവൻ്റെ ലൈഫ് സ്റ്റൈലും അവൻ്റെ സോഷ്യൽ സ്ട്രക്ചറും അവൻ്റെ എക്കണോമിക് പ്രോസ്പെരിറ്റി അത് മാറി. അപ്പോൾ അവന് ബ്രാൻഡിലോട്ട് പോകും. ഈ അടുത്തൊരു സംഭവം പറയാം. ഇതേപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഷൂ, അത് ഞാൻ ശരിക്കും രാവിലെ നടക്കാൻ പോകും. അപ്പോൾ എനിക്ക് മുട്ടുവേദന തുടങ്ങി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ആയുർവേദിക് ഡോക്ടേഴ്സിനെ കണ്ടു കഴിഞ്ഞപ്പോൾ വെയിറ്റിൻ്റെയാണ് കാരണം, ഷൂ മാറാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഒരു ജാപ്പനീസ് ആക്സിസ് എന്ന് പറഞ്ഞ ഒരു ജാപ്പനീസ് ബ്രാൻഡാണ്. അത് പ്യൂറായിട്ട് ജെല്ല് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ്. അപ്പോൾ എത്ര നടന്നാലും അറിയത്തില്ല. ഇതേപോലെ തന്നെയാണ് പല മിഡിൽ ക്ലാസ്സിനും, അവർ ഭയങ്കര ബ്രാൻഡഡും വളരെ ചൂസിയായി മാറി. ഈ ബ്രാൻഡുകളൊന്നും കേരളത്തിലില്ല. പക്ഷേ ഈ മലയാളികൾക്കെല്ലാം, അതായത് വീണ്ടും ഞാൻ പറഞ്ഞ യുണീക്രോ എന്ന ബ്രാൻഡ് ഇന്നും മിഡിൽ ഈസ്റ്റിലില്ല എന്നുള്ള ധാരണയിലാണ് ഞാൻ പറയുന്നത്. കാരണം
അവിടെ തുറന്നിട്ടില്ല എന്ന് എനിക്കറിയാൻ സാധിക്കുന്നത്. വീണ്ടും പറയുന്നു, അത് ഡൽഹിയിലും ഉണ്ട്, ഇപ്പോൾ ബോംബെയിലും ഉണ്ട്. ബോംബെയിൽ അടുത്ത കാലത്ത് അവർ തുറന്നത്. വീണ്ടും ഒരു ബാംഗ്ലൂർ, കാരണം ഇന്ത്യൻ ഓപ്പറേഷൻ ഒരു വൈഡാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ അതില്ല. പിന്നെ കാരണം നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ മിഡിൽ ഈസ്റ്റ് നോക്കാൻ പോകരുത്, അതിനുവേണ്ടി അത് പറയുന്നത്. അപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവരും അവിടെ ബിസിനസ് ചെയ്യുന്നവരും അവർക്ക് എന്താണ് ഈ ബ്രാൻഡ് എന്നറിയാം. കാരണം അവൻ്റെ ബൈങ് പവർ കൂടുതലാണ്. അപ്പോൾ ആ ബ്രാൻഡ്, അതായത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ ബ്രാൻഡ്, അതൊരു ഇതിനകത്താക്കി, അതായത് ഒരു സമുച്ചയത്തിൻ്റെ താക്കി, അത് പല ആൾക്കാരും ബ്രാൻഡിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്നവരും മറ്റുള്ളവർ അത് വാടകയ്ക്ക് എടുത്ത് കച്ചവടം നടത്തുന്നു. അതിന് 5 ബീഡിയും 4 സിഗരറ്റും 2 മുറുക്കാനും 4 സോപ്പും വിൽക്കുന്നൊക്കെ എന്ത് കച്ചവടക്കാരനാണ് ഈ കോപ്പ് പോയേക്കുന്നത്? ഷാജഹാൻ അറിയാൻ എനിക്ക് പറഞ്ഞത് അത് ബ്രാൻഡഡായി. കേരളത്തിൽ എപ്പോഴും ഈ ബ്രാൻഡഡ് ഐറ്റം വരുന്നത് ഇവിടെ ലോക്കൽ ബ്രാൻഡുകളാണ്. CD എന്ന് പറഞ്ഞ ഷർട്ട്, അങ്ങനെയുള്ള ഷർട്ടുകളാണ്. ഇപ്പം അതെല്ലാം മാറി ഗ്ലോബൽ ബ്രാൻഡിലോട്ട് പോയി. അത് ഇന്ത്യൻ ചില ഗ്ലോബൽ ബ്രാൻഡുകളുണ്ട്, ദേ ആർ ഓൾസോ ഡൂയിങ് വെരി വെൽ. അപ്പം അവർക്ക് അതിന് പറ്റിയ ഒരു പ്ലേസ്, കാരണം അവർക്ക് ചെറിയ കടയിലും 4 കമ്പും തൂക്കിയത് പോയി ഇരിക്കാൻ പറ്റത്തില്ല, കാരണം ബ്രാൻഡിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ അത് മാറ്റർ ചെയ്യും. അതേപോലെ തന്നെ ഷാജഹാനും മറ്റുള്ളവരും പറയുന്നു, ഈ യൂസഫ് അലി എത്ര പേർക്കാണ് ഈ ജോലി കൊടുക്കുന്നത്? അപ്പോൾ ഞാൻ ഷാജഹാനോട് ഒന്ന് ചോദിക്കാം, താങ്കളുടെ മകൻ ഒരു ചെറുപ്പക്കാരൻ 10, 20, 25 വയസ്സുള്ള, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക മാറി, ആ പയ്യന് ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ താങ്കൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു കടയിൽ, അതായത് ഗ്രോസറി കടയോ പലചരക്ക് കടയോ, ഇവിടെ പോയിട്ട് അവനോട് പോയി അവിടെ പോയി കുറച്ച് നാളൊന്ന് ഈ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഞാൻ എന്നെ കേൾക്കുന്ന എത്ര പേരുടെ മക്കൾ അവിടെ പോയി ജോലി ചെയ്യും? എൻ്റെ ചോദ്യമാണിത്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അരി എടുത്ത് കൊടുക്കണം, പഞ്ചാര എടുത്ത്, അത് കാരണം ആ ഒരു സ്റ്റൈല് ഇന്നത്തെ ജനറേഷനെ കൊണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ അതല്ല, ലുലു പോയി കഴിഞ്ഞാൽ അവിടെ കാരണം ഈ അരിയും പഞ്ചസാരയും തേങ്ങയും ചാക്കുമൊക്കെ ഉള്ളൂ. അപ്പോൾ ഈ സാധനം അവിടെ നിന്ന് എടുത്ത് അത് സർവീസ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് അത് ഇന്നത്തെ ജനറേഷൻ ചെറുപ്പക്കാർക്ക് താല്പര്യമില്ല. അവർ രാവിലെ നല്ല സൂട്ടും കോട്ടും ഇട്ട് നല്ല ട്രൗസറും ഷർട്ടും ഒക്കെ ടക്കിൻ ചെയ്ത് ഷേവൊക്കെ ചെയ്ത് സ്മാർട്ടായിട്ട് AC-ക്കകത്ത് ഇരുന്ന് മൾട്ടിപ്പിൾ പർപ്പസ് ആയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ മറ്റുള്ളത് ജോലി ചെയ്യാനാണ് താല്പര്യം. അത് ട്രെൻഡ് സെറ്റിംഗ് ആണ്. അത് ട്രെൻഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ കാരണം എന്താണ്? ഇന്ന് പല പലചരക്ക് കടയിലും തുണിക്കടയിൽ പോലും, പണ്ട് നമുക്കറിയാം കേരളത്തിലുള്ള ഗാർമെൻറ്റ്സിൻ്റെ ഷോപ്പുകളിലൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകൾ വളരെ തുച്ഛമായ ശമ്പളത്തിന് പോകുമായിരുന്നു. ഇപ്പോൾ അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയായി. ഇതേപോലെ മാവുകൾ വരുന്നു, അവരങ്ങോട്ട് പോകാൻ തുടങ്ങി. ഒന്നാമത് ഇതൊരു ബേസിക്കലി ഷാജഹാൻ ഈ കൂട്ടർ മനസ്സിലാക്കേണ്ടത്, ഈ ലുലു മോളോ അതേപോലെ സ്റ്റോറിലൊക്കെ നിൽക്കുന്ന ജോലി എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ജോബാണ്. ഇതൊരു പെർമനൻ്റ് ജോബല്ല. ഇപ്പം ലുലുവിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരൊരു 100 പേരെ സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ അതിൻ്റെ 60 പേര് പോവുക. അവർ വേറെ ഓപ്പർച്യൂണിറ്റിയിലോട്ട്, കാരണം അവർക്ക് അതിൻ്റെ എക്സ്പോഷർ കിട്ടി. അവർ വിവിധ രീതിയിലുള്ള ആളുകളെ കണ്ടു, ക്യാഷിലിരുന്നു, ഇതിൻ്റെ മുഴുവൻ ലോഡിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി, അതേപോലെ തന്നെ സ്റ്റോറിൻ്റെ സംഭവം ഇതെല്ലാം പഠിച്ചു കഴിയുമ്പം ഉറപ്പായിട്ട് അവർക്ക് മൾട്ടിപ്പിളായിട്ട് മറ്റുള്ള ചോയ്സും ചാൻസും കിട്ടുമ്പോൾ അവർ വേറൊരിടത്തോട്ട് പോകും. ഇതിൻ്റെ 5-10% മാത്രമേ ലുലുവായിട്ട് ബന്ധപ്പെട്ടുള്ളവർ, പിന്നെ അവർ ഏകദേശം 10-15 വർഷം ജോലി ചെയ്യത്തുള്ളൂ. ഇതൊരു ഫ്ലോട്ടിംഗ് ജോബാണ്. ഈ മോളിലും സ്റ്റോറിലും ഷോറൂമിലും നിൽക്കുന്ന ജോലി ഇതൊരു പെർമനൻ്റ് ജോബ് അല്ല. അത് ആദ്യം ഈ ക്രിട്ടിസൈസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് മോള് കേരളത്തിലുള്ള പ്രോഡക്റ്റുകൾ എടുക്കാത്തത്? സംഭവ ചോദ്യം. അത് ഷാജഹാനോട് ഞാൻ ചോദിക്കട്ടെ, ഷാജഹാൻ ആരാ കേരളത്തിലെ ഈ പറയുന്ന അഗ്രികൾച്ചറും ഈ പറയുന്ന ഇൻഡസ്ട്രിയും അപ്ഗ്രേഡ് ചെയ്യാത്ത? ആരെ നശിപ്പിച്ച്? ഷാജഹാൻ്റെ പാർട്ടിക്കാരാണെന്ന് യാതൊരു സംശയമൊന്നുമില്ലല്ലോ. പിന്നെ കോൺഗ്രസ് പാർട്ടിക്കാരും ഇവിടുത്തെ യൂണിയനിസം എല്ലാം ഇതിനെ അങ്ങ് തോലച്ചു. ഇപ്പം ഈ പറയുന്ന നമ്മുടെ ലുലു മാളിൽ ഇപ്പോൾ തേങ്ങ വിൽക്കുന്ന കേരളത്തിലെ കേരന്തിങ്ങും കേരളമാണ്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് രമേശ് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഒരു മാസം ഒരു മലയാളി കഴിക്കുന്നത് 10 തേങ്ങ കൺസംഷൻ എന്നത് ഒരു മാസം. അതിൻ്റെ അകത്ത് 7 തേങ്ങയും വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. അതിന് യൂസഫ് അലി എന്താ പിഴച്ചത്? യൂസഫ് അലി എന്തോ പറയുന്നത്, നിങ്ങൾ എനിക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്യൂ, ഞാനിതെൻ്റെ ഷോറൂമിൽ കൊണ്ട് വിൽക്കാം. അപ്പോൾ ഇവിടെയുള്ള കർഷകർക്കും മറ്റുള്ളവർക്കും അതൊരു റിജുവിനേഷൻ അല്ലയോ? കാരണം ഈ സാധനങ്ങൾ വിറ്റ് പോകണ്ടായോ? ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് മാർക്കറ്റിൽ പോകുന്നതാണ് ഏറ്റവും പ്രധാനം.
അതിനുവേണ്ടി യൂസഫ് അലിയുടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാരോട് സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. ഇപ്പം ലക്നൗ മോളുണ്ട്, എനിക്കറിയാവുന്ന വസ്തുതയാണ്. കാരണം അവിടെയുള്ള ലോക്കൽ പ്രോഡക്റ്റ് 60% എടുക്കുന്ന യൂസഫ് അലിയ. കാരണം അവിടുത്തെ ലോക്കൽ എക്കോണമി അവിടുത്തെ കർഷകനെ സഹായിക്കുക. ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ സംഭവിക്കുന്നത്. ഇതാണ് എല്ലാവരും. കാരണം 60% പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റാണ്. അപ്പം ഈ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുവാണെങ്കിൽ ഇത് വിൽക്കാനുള്ള പ്ലാറ്റ്ഫോം കൊടുക്കാൻ യൂസഫ് അലി തയ്യാറാണ്. അപ്പം ആ പ്ലാറ്റ്ഫോമിലെ അവിടുത്തെ ആവശ്യമെന്ന് പറയുന്നത് അവരുടെ പേയ്മെൻറ്റ് സിസ്റ്റം വളരെ ക്ലിയറാണ്. ഇത് ബ്രാൻഡ് ഉണ്ടാക്കിയത് യൂസഫ് അലിയാണ്. അപ്പോൾ യൂസഫ് അലിയുടെ ബ്രാൻഡ് എന്ന് പറയുന്ന കത്തുന്ന ബ്രാൻഡാണ്. ഈ ബ്രാൻഡിൻ്റെ പേരിലാണ് അതിന് വിശ്വാസം കൂടിയത്, അല്ലാതെ കേരളത്തിൻ്റെ പേരിലല്ല അയാൾക്ക് വിശ്വാസം കൂടിയത്. ഇപ്പോൾ അംബാനിയുടെ അഡാനിയുടെ മറ്റുള്ള വലിയ കമ്പനികൾക്ക് കേരളത്തിൽ കച്ചവടം ചെയ്യാമെങ്കിൽ, സ്റ്റോർ ഇടാമെങ്കിൽ യൂസഫ് അലിക്ക് കച്ചവടം ഇടാൻ പറ്റത്തില്ല. ഒരു മലയാളി എന്ന രീതിയിൽ അദ്ദേഹം ആ ഒരു തലത്തിലോട്ട് പോയി. പിന്നെ യൂസഫ് അലി നടന്ന ചാരിറ്റി ഒന്നും അല്ല, അയാൾ കച്ചവടമാണെന്ന്. ഇപ്പോൾ ഇന്ത്യയിൽ ചാരിറ്റി ആയിട്ട് എടുത്തു നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കുന്ന 20 സ്ഥാപനങ്ങൾ ബിസിനസ്സുകാരെയുടെ അതിൻ്റെ അകത്തൊന്നും യൂസഫ് അലി എവിടെയും വരുന്നില്ല. പുള്ളി ചാരിറ്റി അല്ല, ഹീസ് എ ബിസിനസ് മാൻ, സ്മാർട്ട് ബിസിനസ് മാൻ. അത് അദ്ദേഹം ഈ മിഡിൽ ഈസ്റ്റിൽ തെളിയിച്ചിട്ടാണ്, അത് സക്സസ് ആയിട്ടാണ് അദ്ദേഹം കേരളത്തിൽ തുടങ്ങുന്ന ഇന്ത്യയിലോട്ട് വരുന്നത്. ഇവിടെ അദ്ദേഹത്തെ റെഡ് കാർപ്പറ്റ് വിരിച്ച് സ്വാഗതം ചെയ്യുക. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിലോട്ട് വരികയാണ്. ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കറിയാം. ഇവർക്കൊക്കെ ഇവരോട് വലിയ താല്പര്യമുണ്ട്. ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകൾ വലുതാണ്. കാരണം അവരൊക്കെ യൂസഫ് അലിയുടെ പുറകിൽ നിൽക്കുന്ന സംഭവമാണ്. ഇതിനകത്ത് മറ്റൊരു ഘടകം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. കാരണം ഈ ലക്നൗവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ചില ഫാക്ടേഴ്സ്. കാരണം ഇത് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തു. അപ്പോൾ ആ സമയത്ത് സമാജ്വാദി പാർട്ടി ഇരുന്ന സമയത്താണ് യൂസഫ് അലിയുടെ ഗ്രൂപ്പ് അവിടെ ലാൻഡ് വാങ്ങുന്നത്. പക്ഷെ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഒരു കാരണവശാലും സമാജ്വാദി പാർട്ടി ഇരിക്കുന്ന സമയത്ത് ഈ മോൾ അവിടെ തുടങ്ങാൻ പുള്ളി തയ്യാറായില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോൾ പുള്ളി ഒരു കാര്യം കൃത്യമായിട്ട് പറയും. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ അഴിമതി ഇനത്തിൽ ഇന്ന് വരെ അദ്ദേഹം 1 രൂപ പോലും ആർക്കും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് BJP ഭരണം എന്ന് വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഇങ്ങനൊരു പ്രോജക്റ്റ് പറയുകയും ഒരു സീനിയറായിട്ടുള്ള ഉത്തർപ്രദേശിൻ്റെ സീനിയർ IAS ഓഫീസറെ അദ്ദേഹം ആവശ്യപ്പെട്ടു. അദ്ദേഹമാണ് ഇത് മുഴുവനും കോർഡിനേറ്റ് ചെയ്തിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ലൈസൻസും പാർട്ടും ഈ റോഡും പരിപാടിയും എല്ലാം ചെയ്തു കൊടുത്തത്. ഇത് എനിക്ക് കൃത്യമായിട്ട് അറിവുള്ള കാര്യമാണ്. പിന്നെ മറ്റൊന്ന്, അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്, അത് പാർട്ട് ഓഫീസ്. കാരണം ബിസിനസ്സിന് അതൊക്കെ ആവശ്യമാണ്. കാരണം അതല്ലാതെ ഇന്ത്യയിൽ ഒരാൾക്കും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ അദ്ദേഹം പൊളിറ്റിക്കൽ ഇൻഡിവിജ്വൽസിന് അഴിമതി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ മറ്റൊരു കാര്യം വളരെ കാര്യമായിട്ട്, പിന്നെ ചില ആൾക്കാർ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് യൂസഫ് അലി മലപ്പുറത്ത് ബോളിടാത്തത്. എനിക്കറിയാൻ സാധിച്ചത് കാരണം മലപ്പുറത്തുള്ള ആൾക്കാരുടെ വലിയ ഭൂരിഭാഗം ആൾക്കാരും അവർ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സിറ്റി എന്ന് പറയുന്ന കോഴിക്കോടാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് മോൾ വരുന്നത്. അല്ലാതെ പുള്ളിക്ക് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ കണക്ക് കൂട്ടുന്നിടത്തോളം കാരണം എൻ്റെ കണക്ക് കൂട്ട് അനാലിസിസ് അനുസരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടാണ് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പറയാം. കാശ്മീരുമായി ബന്ധപ്പെട്ട് അവിടെ ആപ്പിൾ കൃഷിക്കാരെ താങ്ങി നിർത്താൻ വേണ്ടി അദ്ദേഹം എല്ലാ മാസവും, കാരണം ആപ്പിൾ സീസണിൽ 1000കണക്കിന് ടൺ ആപ്പിൾ ഒരു വെയർ ഹൗസ് അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെനിക്ക് നേരിട്ടറിയാവുന്ന വസ്തുതയാണ്. ഇത് മോദി ആവശ്യപ്പെട്ടിട്ട് മാത്രമാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നത്. കാരണം പല സുഡാപ്പികളും ഭയങ്കരമായിട്ട് പുള്ളി എതിർത്തിട്ട് പോലും പുള്ളി ആ തീരുമാനത്തിൽ പിന്മാറി. അതിൻ്റെ പേരിൽ കാശ്മീർ കർഷകർക്ക് നല്ലപോലെ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു ഇന്ത്യ ലവർ കൂടിയാണ്. അദ്ദേഹം ഇന്ത്യയെ ഒറ്റക്കെട്ടായിട്ട് കാണുന്ന ഒരാളാണ്. മോദി ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് അഹമ്മദാബാദിൽ വലിയ മോൾ ഉണ്ടാക്കിയത്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും അടിസ്ഥാനരഹിതമാണ്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ. സാബു ജേക്കബിനെ ഞാൻ എത്രമാത്രം പിന്തുണച്ചു, അതേപോലെ തന്നെ ഞാനിവിടെ യൂസഫ് അലിയും പിന്തുണയ്ക്കുന്നു. അതേപോലെ ശോഭ സിറ്റി അതൊരു ഇൻവെസ്റ്ററാണ്. കാരണം ഒരു ട്രെൻഡിങ് സിറ്റി ആയിട്ട് മാറി. കേരളത്തിൽ ഇന്ത്യയിൽ ആര് ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ ബിസിനസ്സുകാരെ ഞാൻ കാണുന്നത് അവർ ഈ നാടിൻ്റെ എക്കോണമി മാറ്റുവാൻ ബിസിനസ് അല്ലാതെ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ
ഇതേപോലെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ക്യാമ്പയിൻ നടത്തുന്നത് നിർത്തണം എന്ന് തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്.